ജനുവരി 15-ാം തീയതിക്ക് ശേഷം നമ്മൾ ഈ മഹാകാളി ഹീലിംഗ് സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. കുറേ ദിവസങ്ങൾ നമ്മളങ്ങനെ റെസ്റ്റിലായിരുന്നു. കാരണം തുടർച്ചയായ ഈ മഹാകാളി ഹീലിംഗ് ചെയ്ത് കുറച്ച് നമുക്കത് എനർജിയുടെ കുറച്ച് പ്രോബ്ലംസ് വന്നായിരുന്നു. കാരണം വിശ്രമമില്ലാത്തൊരു വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഒരു 5-6 ദിവസം മുന്നേ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, മഹാകാളിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ അല്ലെങ്കിലും പഴയതുപോലെ നമ്മൾ എണ്ണം കൂടുതൽ ചെയ്യുന്നില്ല. 2 ഹീലിംഗ് ചെയ്യുന്നുള്ളൂ, മാക്സിമം 2-5 മാത്രമേ ചെയ്യുന്നുള്ളൂ, ചിലപ്പോൾ 1 ചെയ്യുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. കുറേ ആൾക്കാർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നമ്പറുകളൊന്നും ഞാൻ നോട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല ആക്ച്വലി. പിന്നെ കുറച്ച് പേരുടെയൊക്കെ നമ്പറുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫേമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ മെസ്സേജ് കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജുകൾ അയക്കാം. പിന്നെ നമുക്ക് ഒരു യാത്ര കൂടി ഉണ്ട്, 1-2 യാത്ര കൂടി പോകണമെന്ന് വിചാരിക്കുന്നു. ഒരു കാശിയിലേക്കുള്ളൊരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കൊല്ലൂർ മൂകാംബികയിലേക്ക് വീണ്ടും ഒന്നുകൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ അനുഗ്രഹമില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിൽ യാത്രകളുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം, പറയാം, ഞാൻ എഴുതി വയ്ക്കാം, നോട്ട് ചെയ്ത് വയ്ക്കാം. വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് പരിശോധിച്ചിട്ട് എൻ്റെ സഹായം ആവശ്യമുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കണം. അത് നോക്കിയിട്ട് സോൾ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ബാധുരിതങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. സമയം പോലെ നമുക്ക് ചെയ്തു തരാൻ ശ്രമിക്കാം. ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 7:30, 8 മണിക്ക് ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3 സ്ലോട്ടാണ്, 3 ടൈമിംഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 11:30 മണി, 11:30 മണിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആഫ്റ്റർനൂണ് ഒരു 2:30 മണി. 3 ടൈം ഉണ്ടെങ്കിലും നമ്മൾ 2 പേരെ ചെയ്യുള്ളൂ. 3 ടൈം വെച്ചേക്കണത് നിങ്ങളുടെ അങ്ങോട്ടുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെഷൻ ഉണ്ടാവില്ല. 4 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കടപ്പുറത്ത് വരാനും നടക്കാനും റെസ്റ്റ് എടുക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ള സമയങ്ങൾ ഞാൻ മാറ്റി വെച്ചേക്കാണ്. കാരണം അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് വളരെ അനുഭവപ്പെട്ടു. ഞാൻ ഈ ബീച്ച് പ്രോപ്പറായ രീതിയിൽ കൂടി ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ബീച്ചിലേക്ക് വരാൻ സാധിക്കാണ്ട് വന്നു. പ്രോപ്പർ ഗ്രൗണ്ടിങ് ചെയ്യാണ്ട് വന്നു. അതെനിക്ക് എൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ ചിലതൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. നമ്മളുടെ ഹെൽത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം. അതിനൊന്നും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ചിലരങ്ങനെ ആ രീതിയിൽ മെസ്സേജ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവോ സാറേ എന്ന് ചോദിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ മാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും നന്ദി. അങ്ങനെ പറയുന്ന ആൾക്കാരോട് പ്രത്യേകം നന്ദി. നമുക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നന്ദി. എന്നിരുന്നാലും നമ്മളുടെ ഈ ഒരു അങ്ങനെ ഒരു ദേവി നമുക്കൊരു അനുഗ്രഹം തന്ന സ്ഥിതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. കാരണം കുറേ പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തു കൊടുത്തിട്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കുറേ പേർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും എൻ്റെ സഹായം, എൻ്റെ ഒരു സേവനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. ചെയ്യാൻ താല്പര്യം ഉള്ളവർ, കൺഫേമായിട്ട് വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ അയക്കുക. അപ്പോൾ ഞാൻ എഴുതി വെക്കാം, നിങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വെക്കാം. മുമ്പ് ഞാൻ അങ്ങനെ എഴുതി വെക്കണവരുടെ ഉണ്ടായിരുന്നില്ല, വരുന്നവർക്ക് ചെയ്യലായിരുന്നു മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങളുടെ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് സമയങ്ങൾ നിശ്ചയിച്ചിട്ട് ഡേറ്റും സമയവും തരാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.